നമ്മള് ശത്രുദോഷ പരിഹാരത്തിന്റെ ഏറ്റവും ഒടുവില് നാളികേരത്തിലേക്ക് ഗുരുതി ഒഴിച്ച് അതിലേക്ക് ആവാഹിച്ച് ഏതാണോ ബന്ധനം എന്ന് കണ്ടാൽ ആ ബന്ധനത്തിനെയാണ് നമ്മൾ ആ നാളികേരത്തിലേക്ക് ചെയ്യുന്നത്, ആവാഹിച്ച് ബന്ധിക്കുന്നത്. അതിനുശേഷം തെക്കോട്ട് നിന്ന് ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിച്ചു കളയാണ് ചെയ്യാം. നമസ്കാരം, സുധീഷ് ചെമ്പാശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഉള്ളത് നമ്മുടെ കുന്നംകുളം ഗുരുവായൂർ റോഡില് പുന്നത്തൂർ റോഡ് പറഞ്ഞ സ്ഥലത്തൊരു വനദുർഗ ക്ഷേത്രമുണ്ട്. അപ്പൊ ഒരുപാട് ചരിത്രവും ഐതിഹ്യവും അവിടെ തന്നെ ജ്യോതിഷവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണിത്. ഇത് നല്ല പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് കുറെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉള്ളൊരു നമ്മുടെ സാധാ ക്ഷേത്രം തന്നെയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതിന്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഐതിഹ്യമൊക്കെ ഒന്ന് കേൾക്കാം. അതുപോലെ തന്നെ അമ്പലത്തിന്റെ കുറെ ഇതുണ്ട്, ഉപദൈവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ഇതുള്ളൊരു ക്ഷേത്രം തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിയാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. ഓക്കെ, നമസ്കാരം. പേര്? ജനാർദ്ദനൻ അല്ലേ? ഇത് എത്ര വർഷം പഴക്കണ്ട് ഈ ക്ഷേത്രം? ഇത് അനവധി കൊല്ലത്തെ പഴക്കമുള്ള ക്ഷേത്രം. പക്ഷെ ഞങ്ങൾ ഇവിടെ ആയിരുന്നില്ല താമസിച്ചിരുന്നത് വേറെ സ്ഥലത്താ. ആ സ്ഥലത്തുള്ള ദേവന്മാരാണ് സ്ഥലത്തിന്റെ പേര്. ഇവിടെ എന്താ പ്രതിഷ്ഠ, എന്താ പ്രധാന പ്രതിഷ്ഠ? വനദുർഗാദേവി. വനദുർഗാദേവി. പിന്നെ ഉപദൈവങ്ങളായിട്ട് മലങ്കുളത്തിമ്മ, വിഷുമായ, കരിങ്കുട്ടി, വീരഭദ്രസ്വാമി, പിന്നൊരു നായകപ്രാതം. അതല്ലേ? നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഇതിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ച് ചരിത്രം ഉണ്ടാവുമല്ലോ, ഇത് വരാനുള്ള, അതൊന്ന് പറയോ? പൂർവികന്മാരായി താമസിച്ചിരുന്ന സ്ഥലത്ത് അവിടെ അന്ന് അമ്പലമൊക്കെ ഉണ്ട് അവിടെ ആ പറമ്പില്. പക്ഷെ അച്ഛനെ അന്ന് ദുർഗാദേവിക്ക് വിഗ്രഹമില്ല അവിടെ. അച്ഛന് 7 വയസ്സുള്ള സമയത്ത് തുള്ളിയിട്ട് ആണ് പറയുന്നത് ഇന്ന ഭാഗത്ത് വിഗ്രഹം കിടക്കുന്നത് മണ്ണിന്റെ അടിയിൽ. അങ്ങനെ അത് തുള്ളിയിട്ട് അവിടുന്ന് എടുക്കുകയാണ്. പിന്നെ മൂപ്പര് അതിലേക്കായി തിരിഞ്ഞു. അങ്ങനെ ഈ ദേവീനെ സിദ്ധി വരുത്തി പറഞ്ഞാൽ നേരിട്ട് കണ്ട് സംസാരിക്കാം ദേവിയോട്. അങ്ങനെ ചെയ്തിരിക്കുന്ന സമയത്ത് അന്നത്തെ കാലഘട്ടത്തിൽ പോവാൻ പറഞ്ഞ പോകണം, ഞങ്ങളെ പറഞ്ഞയക്കണം. ഞങ്ങൾ പറഞ്ഞയച്ചതിന്റെ 41ാമത്തെ ദിവസം മൂത്ത മകൻ ഭ്രാന്ത അവിടെ ഞങ്ങളെ പറഞ്ഞയച്ച സ്ഥലത്ത്. ശരി. പിന്നെ അതിന്റെ താഴെയൊരു പെൺകുട്ടി ഗവൺമെന്റിൽ പഠിച്ചിരുന്നു. അത് പൊട്ടിപ്പോലെയായി ഒരു കൊല്ലാകുമ്പോഴേക്കും. പിന്നീട് അവര് അനവധി പൈസ ചെലവാക്കി, ചികിത്സയും മന്ത്രവാദം, എന്ത് ചെയ്തിട്ടും മാറിയില്ല. അതായത് നിങ്ങളെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു? പറഞ്ഞയച്ചാൽ 41ാമത്തെ ദിവസമാണ് മൂത്ത മകന് ഭ്രാന്ത് അവരുടെ. ശരി. പിന്നെ ഈ പെൺകുട്ടി പൊട്ടിപ്പോലെയായി. പിന്നെ അനവധി ചികിത്സയും മന്ത്രവാദമൊക്കെ ചെയ്തു. പക്ഷേ യാതൊരു കാര്യം ഉണ്ടായില്ല. പിന്നീടാണ് ഇവര് പാന കഴിച്ചു. ദേവിക്കലാണല്ലോ പാന കഴിക്കുന്ന സമയത്ത് ഞാനും അച്ഛനും കൂടി, ഞാനന്ന് ചെറുപ്പമാണ്, പോയി തൊട്ടടുത്ത വീട്ടിലിരിക്കുന്നുണ്ട്. അവിടെ തുള്ളിയിട്ട് ഏറ്റവും ആദ്യത്തെ കൽപ്പന എന്താ വെച്ചാൽ ഇതിന്റെ ശരിക്കുള്ള കർമ്മി ഇന്ന ഭാഗത്ത് വന്നിരിക്കുന്നുണ്ട്. അവിടെ ആ വ്യക്തിനെ വിളിച്ച് ഈ സ്ഥലം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു പറഞ്ഞു ശരിയാവില്ല. അങ്ങനെ പാർക്കിനും കഴിഞ്ഞു, തുള്ളിയെ പാർട്ടി. എന്നാ ഈ രോഗം മാറില്ല. 2 പ്രാവശ്യം പാന ഒഴിച്ചു. 2 പ്രാവശ്യം ഉണ്ടായത് തന്നെ. ആ സ്ഥലം വിട്ടു കൊടുക്കാൻ പറഞ്ഞു. ചെയ്തില്ല അല്ലേ? പിന്നെ അവിടുന്ന് അങ്ങനെ ഇതിവിടെ അന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണത്? ഇല്ല, അവിടുന്ന് വേറെ സ്ഥലത്തായിരുന്നു. പിന്നീട് ആണ് ഈ സ്ഥലം മേടിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചത്. അതല്ലേ? അച്ഛൻ എവിടെ ഉണ്ട് അവിടെ ദേവി ഉണ്ടാവും, ദേവി എവിടെ ഉണ്ട് അവിടെ അച്ഛനുണ്ടാവും. കാരണം വേറെ പിരിയില്ല, കാരണം ശുദ്ധീകരിച്ചിരുന്നതാണ്. പേര് ശ്രീജിത്ത്. ശ്രീജിത്ത് അല്ലേ? അതെ. ഇവിടെ മകനാണ്. ഇവിടെ എന്നും പൂജ ഉണ്ടോ? നമ്മള് ഇവിടെ എല്ലാ ദിവസവും പൂജയുണ്ട്. ചൊവ്വയും വെള്ളിയാണ് പുറത്തുള്ള മൂർത്തികൾക്ക് പൂജ ഉള്ളത്. നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് ശത്രുദോഷ പരിഹാരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിവാഹമായിട്ട് ദാമ്പത്യപരമായിട്ടുള്ള കലഹം, അങ്ങനെയുള്ള കാര്യങ്ങള്,
പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന എല്ലാവിധ ദോഷങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. അതിനൊക്കെ പരിഹാരം ഉണ്ടാവാറുണ്ട്. എല്ലാതും പരിഹാരം 100%, 100% കറക്റ്റ് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യും. അതിനുള്ള ഫലപ്രാപ്തി അവർക്ക് കിട്ടാറുണ്ട്. ഇവിടെ ചെയ്യുന്ന പൂജകൾ എന്ന് പറഞ്ഞാൽ പൂർവികരായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള, അതായത് അച്ചാച്ചനായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ അനുവർത്തിക്കുന്നത്. പൂജകളായാലും അതുപോലെ തന്നെ മാന്ത്രികമായിട്ടുള്ള കർമ്മങ്ങളായാലും പ്രത്യേകിച്ച് ശത്രുദോഷ പരിഹാരങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ അച്ചാച്ചൻ എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മളിവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോ അത് വേറെ ആരും തന്നെ അങ്ങനെ ഒരു കർമ്മങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ശത്രുദോഷ പരിഹാരത്തിനായിട്ട് 3 തരത്തിലാണ് അത് ചെയ്യുന്നത്. ആ 3 തരത്തില് ചെയ്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കർമ്മപരമായിട്ടുള്ള ഒരു ബന്ധനങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ചിലർക്ക് വിവാഹ ബന്ധനങ്ങൾ ഉണ്ടാവും, ധനബന്ധനങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ശരീരബന്ധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനും ഓരോന്നും നമ്മൾ നോക്കിയതിന് ശേഷമാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ. അതെ, ഞാൻ ജ്യോതിഷി കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങൾ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് 3 തരത്തിലുണ്ട്. ആ 3 തരത്തിൽ എന്ന് പറയുന്നത് നമ്മൾ വേറെ എവിടെയും ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ 100% 100% ഫലപ്രാപ്തിയാണ് ഉള്ളത്. പിന്നെന്ന് വെച്ചാൽ നമ്മള് വേറെ വീട്ടിൽ പോയി അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമല്ല അത്. ആർക്കാണോ ദോഷങ്ങളുള്ളത് അവരെ നേരെ ദേവന്മാരുടെ മുന്നിൽ ഇരുത്തിക്കൊണ്ടാണ് ആവാഹിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ ആണെങ്കിൽ വേറെ ഈ വീട്ടിലൊക്കെ പോയി പത്മട്ട് അതിലേക്ക് ആവാഹിച്ചിട്ടൊക്കെയാണ് ചെയ്യാം. ആ പത്മത്തിലേക്ക് വന്നു, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, നേരിട്ട് വരിക, അതിനുള്ള കാര്യങ്ങൾ നേരെ ദേവന്റെ മുന്നിൽ തന്നെ ഇരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ആവാഹിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതുപോലെ തന്നെ അച്ചാച്ചൻ ഇതുപോലെ സമയമൊക്കെ പറഞ്ഞ് മരിച്ചതാണ്. ദിവസം സമയമൊക്കെ പറഞ്ഞ് സമാധി ആയതാണ്. അതായത് അച്ഛനെ വിളിച്ചിട്ട് 1 മാസം മുന്നുള്ളപ്പോ പറഞ്ഞു എനിക്ക് 1 മാസം കൂടി ഉള്ളൂ എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച മുന്നുള്ളപ്പോ പറഞ്ഞു 1 ആഴ്ച കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് ആ ദിവസമായപ്പോ കറക്റ്റ് ഇത്ര സമയം എന്ന് പറഞ്ഞ് അച്ചാച്ചനെ പായിട്ട് അങ്ങനെ സമാധി ആയതാണ് അച്ചാച്ചൻ. അപ്പോ അതുകൊണ്ട് തന്നെ അച്ചാച്ചൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കർമ്മങ്ങളും ആ രീതികളുമാണ് നമ്മൾ ഇവിടെ അവലംബിച്ചു പോകുന്നത്. അതെ, അതായത് ഒരു മനുഷ്യനെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് 11 തരം ദോഷങ്ങളാണ്. അതായത് ദൈവേർവ ധർമ്മ ദൈവേഹി ഫണി പിതൃ ഗുരുഭിർ ബ്രാഹ്മണൈ പ്രേതഭൂതൈഹി പീഡായാസ്വാൽ കൃതാസ തദനുഭവതിയ ദൃക്ഭവ വാഗ്ഭവ വാ യാസ്വാദ് ഭൂയോ വിഷോത്ത പുനരിഹരിഭൂരോ കൃതാസാദാസാം ഹേതുശ്ചാവി ക്രമേണേ പ്രതിവിധിരിപ്പിച്ച പ്രോച്ഛതേ പ്രശകാനം എന്നാണ്. അതായത് ദൈവകോപം ഏറ്റവും ആദ്യമായിട്ട് ഒരു ദൈവകോപമാണ്. ആ ദൈവകോപം നമ്മൾ ചിന്തിക്കുക വ്യാഴത്തിനെ കൊണ്ടാണ് ചിന്തിക്കുക. വ്യാഴത്തിനെ കൊണ്ട് ചിന്തിച്ച് വ്യാഴം എന്താണ് മറവിൽ വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കുക. ആ വ്യാഴത്തിൻ്റെതായിട്ടുള്ള പ്രസാദം എന്തായാലും നമുക്ക് വേണം. അപ്പോ ആദ്യം നോക്കുക ദൈവകോപം ഉണ്ടോ എന്നുള്ളതാണ്. ദൈവേർവ ധർമ്മ ദൈവേഹി, ധർമ്മദൈവങ്ങളുടേതായിട്ടുള്ള അനുഗ്രഹം വേണം. ആ അനുഗ്രഹം എന്ന് പറയുന്നത് ധർമ്മദൈവം, അതായത് നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിലെ ആ ഭഗവതിയുടെ ഒക്കെ ഒരു ചൈതന്യം, അതുപോലെ തന്നെ അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വേണം. അപ്പൊ അതിൽ കുറവുണ്ടെങ്കിലും നമുക്ക് പലവിധ ദോഷങ്ങളും പലവിധ പ്രശ്നങ്ങളും വരാം. ദൈവേർവ ധർമ്മ ദൈവേഹി ഫണി, അതായത് നാഗസംബന്ധമായിട്ടുള്ള ദോഷങ്ങള്, പ്രധാനമായിട്ടും കുട്ടികളില്ലാത്ത അവസ്ഥ, അതൊക്കെ നോക്കുക. ഈ നാഗസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അങ്ങനത്തേതായിട്ടുള്ള കാര്യങ്ങൾ വരിക. പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, മനുഷ്യന് ചൊറി ചരങ്ങ് അങ്ങനത്തേതായിട്ടുള്ള കാര്യങ്ങളുടേതായിട്ടുള്ള ദോഷങ്ങള്, പൂർവികരായിട്ട് അവർക്ക് വേണ്ട കർമ്മങ്ങള് പിതൃക്കളുടേതായിട്ടുള്ള ആ ഒരു കർമ്മങ്ങൾ ചെയ്യാത്തതിന്റെ ഫലമായിട്ട് വരുന്ന ഒരു ദോഷമാണ് പിതൃദോഷം എന്ന് പറയുന്നത്. അപ്പൊ ദൈവർവ ധർമ്മ ദൈവേഹി ഫണി പിതൃ. അടുത്ത പേര് ഗുരുശാപാണ്. ഗുരുശാപം എന്ന് പറയുന്നത് നമുക്ക് വിദ്യ പകർന്നു തന്ന അധ്യാപകർ, അതുപോലെ തന്നെ തൊഴിൽ പഠിപ്പിച്ച ആ ഒരു ഈ ആശാൻ എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു അനിഷ്ടത ഒക്കെ ഉണ്ടെങ്കിൽ ഗുരുശാപം അങ്ങനെ ആയിട്ട് വരാം. ഗുരുഭിർ ബ്രാഹ്മണശാപം. അടുത്ത് വരുന്നത് ബ്രാഹ്മണശാപാണ്. അപ്പൊ ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ പൂന്നൂലിട്ടവര് മാത്രമല്ല ബ്രാഹ്മണൻ.
നല്ല രീതിയിൽ ജീവിക്കുന്ന ആ ഒരു മനസ്സ് ശുദ്ധമുള്ള കളങ്കില്ലാത്ത ആളുകളും നമ്മള് ബ്രാഹ്മണനായിട്ട് കണക്കൂട്ടാറുണ്ട്. അപ്പൊ ആ ബ്രാഹ്മണന്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങള്, അതുപോലെ തന്നെ എന്തെങ്കിലും വിരോധങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ബ്രാഹ്മണ ശാപം വരാറുണ്ട്. അപ്പൊ ഈ പ്രേതഭൂതൈഹി, അതായത് പ്രേതഭൂതങ്ങള് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രേതങ്ങളുടേതായിട്ടുള്ള, നമ്മൾ രാത്രിയൊക്കെ വിളക്ക് വെക്കുമ്പോൾ ആ സ്വാഭാവികമായിട്ട് ആ വിളക്ക് കാണുമ്പോൾ ഈ പ്രേതഭൂതങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വല്ലതും നമ്മുടെ കുടുംബത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പോ ദൈവേർവ ധർമ്മദേവൈഹി ഫണി പിതൃഗുരുഭിർ ബ്രാഹ്മണേ പ്രേതഭൂതൈഹി പീഡായാസ്വാകൃതാസ അനുഭവതിയ ദൃഗ്ഭവ ദൃഷ്ടിദോഷം. അതായത് നമ്മളിപ്പോ വീടൊക്കെ കിട്ടുമ്പോ മുന്നിൽ കോലൊക്കെ വെക്കാറുണ്ട് ദൃഷ്ടിദോഷം ഇല്ലാതിരിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ദൃഷ്ടിദോഷങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ അടുത്തത് പറയാ വാക്ദോഷ, അതായത് വാക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടോന്ന്. അതിപ്പോ മെയിനായിട്ട് ഇപ്പോ ചിലർക്ക് ചില മുടികളൊക്കെ കൂടുതലായിട്ടുള്ളതുണ്ടാവാം. അപ്പൊ പിന്നെ അവരുടെ മുടി കൊഴിയുന്നതായിട്ട് കാണാം. അത് ഈ വാക്ദോഷങ്ങൾ കൊണ്ടുള്ളതാണ്. പണ്ട് ഈ എണ്ണയൊക്കെ തേക്കുമ്പോ അത് ഊതിച്ചിട്ടൊക്കെയാണ് എണ്ണയൊക്കെ തേക്കുക. അപ്പൊ അതൊരു വാക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. വാഗ്ഭവയോ, അതായത് കൈവശം. പിന്നെ അടുത്ത് നോക്കുക കൈവശമാണ് നോക്കുക. എന്തെങ്കിലുമൊക്കെ കൈവശം, വയറ്റിൽ എന്തെങ്കിലും വിഷങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അത് കൈവശം കൊടുക്കുന്നത് എന്ന് പറയുന്നത് ശത്രു ദോഷം കൊണ്ട്, ശത്രു കൊടുക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ വശീകരണത്തിനായിട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 തരത്തിലായിട്ട് കൊടുക്കും. അപ്പോ കൈവശ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടോ എന്ന് അറിയണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ശത്രുദോഷമാണ്. ആ ശത്രുദോഷം 6ാം ഭാവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിന് ശത്രുദോഷ ഉണ്ട് എന്നാണ് പറയാ. അത് 2 തരത്തിൽ നോക്കും. അതായത് സാധാരണ ബാധി നോക്കും, മഹാബാധി നോക്കും. അപ്പൊ അങ്ങനെ 2 തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ 2 തരത്തിൽ ചിന്തിച്ച് അതിൻ്റെതായിട്ടുള്ള പ്രതിവിധികൾ ചെയ്യണം. മറ്റുള്ള ഈ അതായത് ശത്രുബാധ ഒഴിച്ച് ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷെ ശത്രുദോഷത്തിന് ഇന്നത് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു രീതിയില്ല. അത് പൂർവികമായിട്ട് ഓരോരുത്തർക്കും കിട്ടുന്ന ആ ഒരു രീതിയാണുള്ളത്. അതുപോലെ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ശത്രുദോഷമാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് ദാമ്പത്യ കലഹം, അതായത് ഇപ്പൊ ഏതെങ്കിലും പുരുഷന് വേറൊരു റിലേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് മാറ്റി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിനനുസരിച്ചുള്ള അതിലെന്താണോ പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മളത് കണ്ടെത്തി അതിനുള്ള ശരിയായ പരിഹാര കർമ്മങ്ങളാണ് ചെയ്യുക. സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പൂജാരീതികളും മന്ത്രങ്ങളുമാണ് ചെയ്തു വരുന്നത്. അത് തന്നെ മലയാള മന്ത്രങ്ങളുണ്ട്, സംസ്കൃത മന്ത്രങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ 2 തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു നമ്മള് ശത്രുദോഷ പരിഹാരം എന്ന് പറഞ്ഞു. ആ ശത്രുദോഷ പരിഹാരം തന്നെ 3 രീതിയിലാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോ അതില് ഏറ്റവും ലാസ്റ്റ് നമ്മള് ശത്രുദോഷ പരിഹാരങ്ങൾ കഴിഞ്ഞ് നമ്മള് ഒരു രക്ഷ ധരിക്കേണ്ടതുണ്ട്. ദേഹരക്ഷ എന്ന് പറയുന്നത് വെറുതെ അങ്ങനെ നോക്കിയിട്ട് ചെയ്യല്ല ചെയ്യാം. വ്യാഴം പ്രസാദിക്കണം, ഇന്നത് മതി എന്നുള്ളത്. ഇപ്പൊ സുദർശനം അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും അഘോരം, അപ്പോ അതിലേതാണ് നമുക്ക് കൂടുതലായിട്ട് അനുയോജ്യമായത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതിന് നമ്മള് യന്ത്രം ധരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലേതാണ് എന്നുള്ളത് നമ്മള് അത് നോക്കിയിട്ടാണ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാ ഇവിടെ വരുന്നവർക്ക് ഒരു നേരം, അതായത് ഒരു ഫാമിലിക്ക് മാത്രമാണ് ഒരു ദിവസം നമ്മൾ പൂജ ചെയ്യുന്നത്. അതായത് രാവിലെ ദേവിക്കുള്ള പൂജകളും മറ്റ് പുറത്തുള്ള മലബാര മൂർത്തികൾക്കുള്ള പൂജകളും ചെയ്തതിന് ശേഷം ഹോമങ്ങളുണ്ട്. ആ ഹോമങ്ങൾ ചെയ്തതിന് ശേഷം വൈകിട്ട് ആവാഹനങ്ങളാണ് നടക്കുക. അതായത് പൂജ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഒരു കുടുംബത്തിന് ഒരു ഫാമിലിക്ക്. അതെ അതെ. അപ്പോ അങ്ങനെയാണ് ചെയ്യാറ്. അതായത് നമ്മള് സാമ്പത്തികം ലക്ഷ്യത്തിലാണെന്നുള്ളൊരു ധാരണ വേണ്ട. കാരണം നമ്മൾ ശരിക്കും പൂജകള് അങ്ങനെ അതിന്റെ ചടങ്ങ് ആചാരത്തോടു കൂടി തന്നെയാണ്. അതെ അതെ.
രാവിലെ തൊട്ട് പൂജാവിധികൾ അങ്ങനെയൊക്കെ ചെയ്ത് വൈകിട്ട് ആവാഹനം. അപ്പൊ അങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ സാധാരണ. ഇത് രാവിലെ വൈകുന്നേരം തുറക്കുമോ ക്ഷേത്രം? രാവിലെ വൈകിട്ട് നമ്മൾ തുറക്കാറുണ്ട്. രാവിലെ എത്ര മണിക്ക് തുറക്കും? രാവിലെ ഒരു 6 മണിയാകുമ്പോഴേക്കും തുറക്കാറുണ്ട്. ഇതില് ആളുകൾക്ക് ഇപ്പൊ ഇവിടേക്ക് വീഡിയോ കണ്ടിങ്ങനെ പുറത്തുന്ന ആളുകൾ വരുമ്പോ അവർക്ക് വരുന്ന വഴിയൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇവിടേക്ക് എത്തിപ്പെടണ്ടേ? അതായത് നമ്മുടെ വഴി എന്ന് പറയുന്നത് ഗുരുവായൂരിന്റെ അടുത്ത് പുന്നത്തൂർ റോഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പൊ കുന്നംകുളം വഴി വരികയാണെങ്കിൽ കുന്നംകുളത്ത് നിന്നും ഗുരുവായൂർക്ക് പോകുന്ന വഴിയുണ്ട്. അവിടെ പുന്നത്തൂർ റോഡ് എന്ന് പറയുന്ന സ്റ്റോപ്പാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ആ പുന്നത്തൂർ റോഡ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണാം. ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്. ആ വഴി കുറച്ച് 2 തിരിവണ്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം കാണാം. ആ സുബ്രഹ്മണ്യ ക്ഷേത്രം കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് ആദ്യത്തെ വഴിയുണ്ട്. അവിടെ ആദ്യത്തെ വീടാണ്. അവിടെ ബോർഡുണ്ട്. പിന്നെ അച്ഛൻ വൈദ്യരാണ്. ജനാർദ്ദന വൈദ്യരുടെ വീട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും. എല്ലാവർക്കും അറിയാം. കുറച്ചു ദിവസം മുന്നേ നമുക്കൊരു സ്ത്രീ, ഒരു അമ്മ വന്നിരുന്നു. അവരുടെ കുറച്ച് പൈസ, അതായത് അവർക്ക് ശത്രുബാധയാണ് ഉള്ളത്. അപ്പൊ ആ ശത്രുബാധയ്ക്ക് അവര് ഒരു ചാത്തന്റെ ഒരു തുള്ളണ ഒരു സ്ഥലത്ത് പോയി. ആ തുള്ളണ സ്ഥലത്ത് പോയി അവര് അതിൻ്റെതായിട്ടുള്ള പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്തു. ആ ചെയ്തതിന് ശേഷം അവർക്ക് കാര്യങ്ങൾ ശരിയായില്ല. അങ്ങനെ വീണ്ടും ഇവര് ആ തുള്ളുന്ന സ്ഥലത്ത് പോയി. ആ തുള്ളുന്ന സ്ഥലത്ത് പോയി ഇവര് കൽപ്പന പറഞ്ഞു. പറയണത് എന്ന് വെച്ചാ സ്വാമി എല്ലാം കാണുന്നുണ്ട്, സ്വാമി എല്ലാം കാണുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇവർക്ക് കിട്ടിയ കൽപ്പന. അതായത് അങ്ങനെ ഇവര് ലാസ്റ്റ് ഇവിടേക്ക് എത്തി. ഇവിടെ എത്തി ഞാന് രാശി വെച്ച് നോക്കിയപ്പോൾ ഇവർക്ക് ബാധ വന്നിട്ടുള്ളത് നീചഭദ്രകാളിയാണ് വന്നിട്ടുള്ളത്. കാളിയുടെ ആണ് ബാധ. അപ്പൊ കാളി എന്ന് പറയുന്നത് അമ്മയാണ്, ചാത്തൻ മകനുമാണ്. അപ്പോൾ അവിടെ ചാത്തന് ഒരിക്കലും അമ്മയുടേതായിട്ടുള്ള ആ ബാധനെ തടുക്കാനുള്ള ശക്തിയില്ല. അതിനാൽ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കി, നമ്മൾ ആ കാര്യങ്ങളെല്ലാം വെടിപ്പായി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇപ്പോൾ അവര് ഹാപ്പിയാണ്. കാര്യങ്ങളെല്ലാം മാറി, എല്ലാം ശുഭമായിട്ട് അവസാനിച്ചു. പിന്നെ അടുത്ത ഒരു അനുഭവം ഉണ്ടായത് ഇവിടെ അടുത്ത ഒരു അനുഭവം ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ഡൈവോഴ്സിന്റെ വക്കിലെത്തിയവരെ നമ്മൾ ഒന്നിച്ചു കൊടുക്കാറുണ്ട്. അതായത് ഒരു ആള് ഇതുപോലെ വന്നു ഡൈവോഴ്സ്, ഇവരെ അത്യാവശ്യം വക്കീൽ നോട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചതാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആ സ്ത്രീയുടെ മുന്നിൽ കീഴടങ്ങാൻ പറ്റില്ല, പക്ഷെ എനിക്കിന്ന് അവരെ വേണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തന്നെ ശരിയായി. അങ്ങനെ അവർ എനിക്കൊരു പ്രാവശ്യം വിളിച്ചു. അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഫാമിലി ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ബന്ധനങ്ങളെ കുറിച്ചും ഒന്ന് പറയാം. മെയിനായിട്ട് ആദ്യം വരുന്നത് ശരീരബന്ധനം. അതായത് ബന്ധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ശരീരബന്ധനം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തലകറക്കം, തലവേദന, അതുപോലെ തന്നെ എപ്പോഴും കിടക്കാൻ വേണ്ടി തോന്നുക, അങ്ങനെയുള്ളതായിട്ടുള്ള ശരീരത്തിന് അസുഖങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവുക. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണൂല. അപ്പൊ അങ്ങനത്തേതായിട്ടുള്ള ശരീരബന്ധനങ്ങൾ കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ധനസംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതുപോലെ തന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ ധനത്തിന് ബന്ധനം കാണാം, ധനബന്ധനം. അതുപോലെ തന്നെ കർമ്മബന്ധനം ഒക്കെ കാണാം. അതായത് ജോലി കാര്യങ്ങൾ ഉണ്ടാവില്ല. എത്ര ജോലിക്ക് എങ്ങനെ പോയാലും അവിടെ സ്ഥിരമാവാണ്ട് തിരിച്ചു പോരുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർമ്മബന്ധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാം. അതുപോലെ തന്നെ പിന്നെ ഒരു ബന്ധനമാണ് വിവാഹ ബന്ധനം എന്ന് പറയുന്നത്. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വിവാഹത്തിന് ബന്ധനം ഉള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതുപോലെ ഒരു പാർട്ടി വന്നിരുന്നു. അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ആ പെൺകുട്ടി കാണാൻ കുഴപ്പമില്ല. ആ പെൺകുട്ടിക്ക് വിവാഹത്തിന് ബന്ധനം ഉണ്ടായിരുന്നു. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അവരുടെ ഒരു അകന്ന ബന്ധു അവർക്ക് കല്യാണം ആലോചിച്ചു വന്നു. പക്ഷെ ഇവര് ജാതക പൊരുത്തില്ലാത്ത കാരണം അത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ അവര് അത് വിടാൻ വേണ്ടി തയ്യാറല്ലായിരുന്നു.
അങ്ങനെ ഇവർക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നല്ല നല്ല ബന്ധങ്ങളൊക്കെ മുടങ്ങി. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇവര് ജ്യോതിഷപരമായിട്ട് നോക്കി. അപ്പോ ഈ വിവാഹത്തിന് ബന്ധനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ പോയിട്ടും അത് സംഭവം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് അവർ ഇവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ആ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് തന്നെ അവസാനിച്ചു.